Hello everyone, welcome back to our YouTube channel and we are continuing with our quiz series. അപ്പോൾ ഇന്നത്തെ ക്വിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലേറ്റോയെ കുറിച്ചും അരിസ്റ്റോട്ടലിനെ കുറിച്ചും ആയിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അരിസ്റ്റോഫെയിൻസ് കാരിക്കേച്ചേർഡ് സോക്രട്ടിസ് ഇൻ വിച്ച് ഓഫ് ഹിസ് വർക്ക്സ്? സോ അരിസ്റ്റോഫെയിൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് കൊമേഡിയൻ ആണ്. ഗ്രീക്ക് പ്ലേലിസ്റ്റിൽ ഗ്രീക്ക് കമേഡിയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് അവൈലബിൾ ആണ്. യു ക്യാൻ റെഫർ ദാറ്റ് ത്രൂ ദ ലിങ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ അരിസ്റ്റോഫെയിൻസ് ആദ്യം തന്നെ എന്താണ് ഒരു കൊമേഡിയൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല വർക്ക്സിലും ഒരുപാട് ആൾക്കാരെ, കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാരെ കാരിക്കേച്ചർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സോക്രട്ടീസിനെ ഒരു രീതിയിൽ കളിയാക്കുന്ന വർക്ക് ഏതെന്നാണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ അരിസ്റ്റോഫെയിൻസിന്റെ വർക്കാണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ദ ക്ലൗഡ്. ഓക്കെ, കാരണം ക്ലൗഡിലാണ് സോക്രട്ടീസിനെ ഒരു രീതിയിൽ മോക്ക് ചെയ്യുന്നത്, ദ ഫ്രോഗിലാണ് യൂറിപ്പിഡസിനെ മോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുത്തല്ല, ഞാനിപ്പോൾ ചെയ്ത പോലെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തി വെക്കല്ല. ദ ഫ്രോഗിൽ യൂറിപ്പിഡസ് എന്ന ഗ്രീക്ക് ട്രജീഡിനെയാണ് മോക്ക് ചെയ്യുന്നത്, ക്ലൗഡിലാണ് സോക്രട്ടീസിനെ മോക്ക് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണ്, സോക്രട്ടീസിനെ ഒരു ഫ്രോഡ് എന്ന് വിളിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ സോക്രട്ടീസിന്റെ ടീച്ചിങ്സ് കാരണം ശരിക്കും ഒരു ഡീക്കെ ആണ് ഇവിടെ സംഭവിക്കുന്നത്, സൊസൈറ്റിയിൽ ഡീക്കെ ആണ് സംഭവിക്കുന്നതെന്ന് വരെ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ക്രൂവൽ കാരിക്കേച്ചർ. മൂവിങ് ഓൺ, സോക്രട്ടീസിന്റെ ഡിസൈപ്പിൾ ആരെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ദ ആൻസർ ഇസ് പ്ലേറ്റോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രീക്ക് റൈറ്റേഴ്സ് നെയിം ഇസ് അരിസ്റ്റോക്ലസ്? അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഏത് ഗ്രീക്ക് ഫിലോസഫറിന്റെ ശരിക്കുള്ള പേരാണ് അരിസ്റ്റോക്ലസ് എന്നാണ്. ആൻഡ് ദ ആൻസർ ഇസ് പ്ലേറ്റോ. കാരണം അരിസ്റ്റോക്ലസിന്റെ മീനിങ് എന്ന് പറയുന്നത് ബ്രോഡ് ഷോൾഡേർഡ് എന്നാണ്. പ്ലേറ്റോയുടെ യഥാർത്ഥ നാമം അരിസ്റ്റോക്ലസ് എന്നായിരുന്നു. പിന്നീടാണ് പ്ലേറ്റോ എന്ന പേര് ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു പേര് സ്വീകരിക്കുന്നത്. നെക്സ്റ്റ്, പ്ലേറ്റോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ റിപ്പബ്ലിക്. അതുപോലെ തന്നെ റിപ്പബ്ലിക് കൂടാതെ മറ്റ് വർക്ക്സിനെ അറിയപ്പെടുന്നത് ഡയലോഗ്സ് എന്നാണ്. 36 ഡയലോഗ്സ് ഉണ്ട്, പല പേരുകളിലായിട്ടുണ്ട്. അതിലെല്ലാം തന്നെ പ്ലേറ്റോ പോയട്രി ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയട്രി നമ്മൾ ഒരു അനലൈസ് ചെയ്യുമ്പോൾ അത് എന്തിൻ്റെ ബേസിസിലായിരിക്കണമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ്? ഷുഡ് ഇറ്റ് ബി ഓൺ ദ ബേസിസ് ഓഫ് ബ്യൂട്ടി ഓർ ഡിലൈറ്റ് ഓർ ട്രൂത്ത് ഓർ എസ്തെറ്റിക്? ആൻഡ് ദ ആൻസർ ഇസ്, അക്കോർഡിംഗ് ടു പ്ലേറ്റോ, poetry should be judged on the basis of truth. മൂവിങ് ഓൺ, പ്ലേറ്റോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ് മെമസിസ്, അതായത് ആർട്ട് ഇസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു കോൺസെപ്റ്റ് ഏത് വർക്കിലാണ് വരുന്നത്? ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ പ്ലേറ്റോയുടെ ഡയലോഗ്സ് ആണ്, പെർട്ടിക്കുലർ ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇതിലേത് വർക്കിലാണ് മെമസിസ് അഥവാ ആർട്ട് ഇസ് ട്വൈസ് റിമൂവ് ഫ്രം റിയാലിറ്റി എന്ന കോൺസെപ്റ്റ് വരുന്നത്? ആൻഡ് ദ ആൻസർ ഇസ് ദ റിപ്പബ്ലിക്. ഓക്കെ, എക്സ്പ്ലനേഷൻ അതുതന്നെയാണ് പറയുന്നത്. ആർട്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ ഒബ്ജക്റ്റിന്റെ വെറും കോപ്പി മാത്രമാണ്, ഇമിറ്റേഷൻ മാത്രമാണ് എന്നാണ് മെമസിസ് എന്ന കോൺസെപ്റ്റിലൂടെ പ്ലേറ്റോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലേറ്റോ ശരിക്കും ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നോ, അതോ റിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന റിയലിസ്റ്റ് ആയിരുന്നോ, അതോ റാഷണലിസ്റ്റ് ആയിരുന്നോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഇസ് ഹി വാസ് എൻ ഐഡിയലിസ്റ്റ്. കാരണം പ്ലറ്റോണിസം എന്നുള്ളൊരു ഐഡിയലിസത്തിൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്, ഒരു ഫിലോസഫിയാണ്. അതിൻ്റെ കാരണം തന്നെ പ്ലേറ്റോ എന്ന് പറയുന്നത് ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു. ഓക്കെ, റിപ്പബ്ലിക്കിലൊക്കെ ഐഡിയൽ സ്റ്റേറ്റ് എന്താണ്, ഒരു ഐഡിയൽ റിപ്പബ്ലിക് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒരു വർക്ക്സിൽ തന്നെ പ്ലേറ്റോയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഐഡിയാസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ് ആണെങ്കിൽ? തിയറി ഓഫ് എഡ്യൂക്കേഷൻ, ദ ഐഡിയൽ മാൻ, തിയറി ഓഫ് ജസ്റ്റിസ് ഓർ ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ആൻസർ പറയുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്. പ്ലേറ്റോയുടെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. എഡ്യൂക്കേഷനെ കുറിച്ചും ജസ്റ്റിസിനെ കുറിച്ചുള്ള തിയറീസ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഐഡിയൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡിയലിസ്റ്റ് ആണെന്ന്. അപ്പോൾ ഐഡിയൽ മാൻ എങ്ങനെ ആയിരിക്കണം, ഐഡിയൽ സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി പോയട്രി ഈസ് ദ മദർ ഓഫ് ഓൾ ലൈസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് പറഞ്ഞത്? അപ്പോൾ ആൻസർ ഇസ് പ്ലേറ്റോ. കാരണം അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള റിപ്പബ്ലിക്കിൽ അദ്ദേഹം പോയറ്റ്സിനെയോ ലെസ്സർ പെയിൻറ്റേഴ്സിനെയോ അവർക്ക് ആ ഒരു ഐഡിയൽ റിപ്പബ്ലിക്കിൽ
എന്താണ് ജീവിക്കാനുള്ള അനുവാദം ഇല്ല. ദേ ആർ നോട്ട് വെൽക്കം. കാരണം എന്താണ്, പ്ലേറ്റോ വിശ്വസിക്കുന്നത് പോയട്രി അല്ലെങ്കിൽ പോയറ്റ്സ് എന്നുള്ളത് വെറും ഇമാജിനേഷനിൽ ജീവിക്കുന്നവരാണ്. അവരൊരിക്കലും ശരിക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പോയട്രി ശരിക്കും കള്ളങ്ങൾ മാത്രമാണ് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അപ്പോൾ പോയട്രിയോട് അത്ര രീതിയിൽ ഒരു എന്താണ് മതിപ്പില്ലാത്തൊരു വ്യക്തിയായിരുന്നു പ്ലേറ്റോ. പക്ഷെ അരിസ്റ്റോട്ടിൽ നേരെ തിരിച്ചായിരുന്നു. ഇനി ഹൂസ് കോൺസെപ്റ്റ് ഇസ് ദ ട്രയഡ് ഓഫ് ബെഡ് ആൻഡ് ചെയർ. ഒരു ക്ലൂ തരാം. ട്രയഡ് ഓഫ് ബെഡ് എന്ന് പറയുന്നത് മിമസിസിൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം അതെന്തായിരിക്കും? അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ട്രയഡ് ഓഫ് ബെഡ് ഏത് റിലേറ്റഡ് ആണ്? മിമസിസ് ആയിട്ട്. മിമസിസ് ആരായിട്ട് റിലേറ്റഡ് ആണ്? ദ ആൻസർ ഇസ് പ്ലേറ്റോ. ട്രയഡ് ഓഫ് ബെഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെയർ അല്ലെങ്കിൽ ഒരു ബെഡ് നിങ്ങൾ സങ്കല്പിക്കുക. യഥാർത്ഥത്തിൽ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്. അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അത് വൺസ് റിമൂവ് ഫ്രം റിയാലിറ്റിയാണ്. നമ്മുടെ ഇമാജിനേഷനിലുള്ള ബെഡ് അല്ലെങ്കിൽ ഒരു ചെയർ കംപ്ലീറ്റ്ലി വ്യത്യാസമായിരിക്കും, എന്തെങ്കിലും രൂപത്തിലോ കളറിലോ എല്ലാം. ഇനി ആ ഒരു എൻ്റെ ഇമാജിനേഷനിലുള്ള ഒരു ചെയറിനെ ഞാൻ പെയിൻറ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പോയട്രിയിലൂടെ വർണ്ണിക്കുകയാണെന്നിരിക്കട്ടെ. ദർ വിൽ ഓൾസോ ബി അതർ ചേഞ്ചസ് ഇൻ ഇറ്റ്. സോ ഇറ്റ് ബിക്കംസ് ട്വൈസ് റിമൂവ് ഫ്രം റിയാലിറ്റി. ആദ്യം ആ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നീട് അതിൻ്റെ ഒരു ഫസ്റ്റ് റിമൂവലാണ് ഇമാജിനേഷൻ, ആൻഡ് ട്വൈസ് റിമൂവലാണ് നമ്മൾ അതിനെ പെയിൻറ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയട്രിയിലൂടെ വർണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ. ഈ ഒരു കോൺസെപ്റ്റാണ് ട്രയൽ ഓഫ് ബെഡ് വിച്ച് ഇസ് കണക്റ്റഡ് ടു മിമസിസ്. നെക്സ്റ്റ് വി കം ടു അരിസ്റ്റോട്ടിൽ. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ പോയറ്റിക്സ്. അതിൽ ട്രാജഡിയെ കുറിച്ചുള്ള ഒരുപാടധികം കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. UGCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക് തന്നെയാണ്. സോ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ്, വാട്ട് ഈസ് കൺസിഡേർഡ് ദ സോൾ ഓഫ് ട്രാജഡി? അപ്പോൾ അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ട്രാജഡിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകം എന്താണ്? ദാറ്റ് ഈസ് പ്ലോട്ട്. കാരണം ഇതിപ്പോൾ ഒരു സിനിമയാണെങ്കിലും ഒരു നാടകമാണെങ്കിലും നമ്മൾ പ്ലോട്ടിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്ലോട്ട് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു സിനിമ കൊള്ളാം അല്ലെങ്കിൽ ആ ഒരു കഥ നല്ലതാണെന്ന് അഭിപ്രായപ്പെടത്തുള്ളൂ. സോ ട്രാജഡിയുടെ കേസിലും സെയിം കോൺസെപ്റ്റ് ആണ്. ദ പ്ലോട്ട് ഇസ് ദ സോൾ ഓഫ് എ ട്രാജഡി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദ 6 പാർട്ട് ഓഫ് ട്രാജഡി ലിസ്റ്റഡ് ബൈ അരിസ്റ്റോട്ടിൽ? അരിസ്റ്റോട്ടലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ട്രാജഡിക്ക് 6 എലമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ ഹോംവർക്ക് ഫോർ യു. ട്രാജഡിയുടെ 6 എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ അതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതിൽ ഇതിൽ ഏതാണ് ട്രാജഡിയുടെ ഭാഗം അല്ലാത്തത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആൻഡ് ദ ആൻസർ ഇസ് സെറ്റിംഗ്. കാരണം പ്ലോട്ട്, ക്യാരക്ടർ, ഡിക്ഷൻ ഇതെല്ലാം തന്നെ 6 എലമെൻറ്റ്സ് ഓഫ് ട്രാജഡിയുടെ ഭാഗമാണ്. അപ്പോൾ ബാക്കി 3 ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് അരിസ്റ്റോട്ടിൽ മീൻ ബൈ കത്താർസിസ്? കത്താർസിസ് അഗെയിൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആൻഡ് ദ ആൻസർ എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് പർഗേഷൻ ഓർ ഇമോഷൻസ്. നമ്മളൊരു നാടകം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പിറ്റി, ഒരു ഫിയർ, നമുക്ക് തോന്നുന്ന ആ ഒരു സഹതാപവും ഭയവും എല്ലാം തന്നെ ലാസ്റ്റിൽ ഒരു ക്ലൈമാക്സ് രംഗത്തിൽ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ സംഭവിക്കുകയാണ്. കാരണം അവിടെ എല്ലാവരും മരിച്ചു വീഴുന്നു, ആ ഒരു ഇമോഷൻസിനൊരു ക്ലൈമാക്സ് ഉണ്ടാവുകയാണ്. ഇതിനെയാണ് കത്താർസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അരിസ്റ്റോട്ടിലിൻ്റെ ടീച്ചർ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അത് പ്ലേറ്റോ ആണ്. ഇതൊരു കണക്ഷനായിട്ട് പഠിക്കാൻ പറ്റും. സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു അരിസ്റ്റോട്ടിൽ. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എഗെയിൻ ഒരു കോൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, the tragic hero's downfall, often caused by a mistake or an error in judgment, is known as. ഓപ്ഷനിൽ ഇപ്പോൾ കത്താർസിസ് എല്ലാം നമുക്കറിയാം, അത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻ ആണ്. ബാക്കി 3 ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് ഹമർഷ്യ. ഹുബ്രസ് എന്ന് പറയുന്നത് പ്രൈഡ് ആണ്. ഹമർഷ്യ എന്ന് പറയുന്നതാണ് ഡൗൺഫോൾ. ഓക്കെ, ഡൗൺഫോൾ ഡ്യൂ ടു എറർ ഇൻ ജഡ്ജ്മെന്റ്. Catharsis is purgation or purification of emotion, and anagnosis is recognition of truth. ഇതൊക്കെയാണ് ഓരോ കോൺസെപ്റ്റ്, അതിൻ്റെ ചെറിയൊരു രീതിയിലുള്ള ഡെഫിനേഷൻ. ഓക്കെ,
ഇനി അരിസ്റ്റോട്ടലിൻ്റെ എല്ലാ രീതിയിലുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിലാണ് വരുന്നത് എന്നാണ് ആൻസർ. ആൻഡ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ്. ഇറ്റ് ഈസ് ദ പോയറ്റിക്സ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ? ഇപ്പം ഞാൻ പറഞ്ഞു പ്ലേറ്റോയെ പോലെയല്ല, കുറച്ചും കൂടി ഒരു ആർട്ടിനോടും ലിറ്ററേച്ചറിനോടും ഒരു അപ്രീസിയേഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അരിസ്റ്റോട്ടിൽ. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം the purpose of art and literature was to imitate nature. ഓക്കെ, എൻ്റർടൈൻ ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മോറൽ ലെസൺസ് തരാനോ അല്ല, നേച്ചറിനെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് ആർട്ട് ശ്രമിക്കേണ്ടത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് എഗെയിൻ ഒരു ടേം ആണ്. വിച്ച് ടേം ഇസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ പ്ലോട്ട് ടേണിംഗ് പോയിന്റ് ഇൻ എ ട്രാജഡി? എഗെയിൻ ഓപ്ഷൻസ് നോക്കി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം, കത്താർസിസ് അല്ല, കാരണം അത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻ ആണ്. ഹമർഷി എന്താണ്? ഡൗൺഫോൾ. ഡൗൺഫോൾ ഡ്യൂ ടു എറർ ഓർ മിസ്റ്റേക്ക്, അപ്പം അതുമല്ല. ഇനി അനാഗ്നോറിസിസ് എന്താണ്? റെക്കഗ്നിഷൻ ഓഫ് ട്രൂത്ത്. സത്യം മനസ്സിലാക്കുന്ന ആ ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, അതിനെയാണ് അനാഗ്നോറിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ഓപ്ഷൻ ഇതാണ്, പെർപെറ്റിയ. ആൻഡ് ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. പ്ലോട്ടിൽ വരുന്ന നമ്മുടെ ടേണിംഗ് പോയിന്റ്, ട്വിസ്റ്റ് എന്ന് നമ്മൾ പറയുമല്ലോ, അതിന് പറയുന്ന ടേം ആണ് പെർപെറ്റിയ. Next, Aristotle argues that the best tragic plot involve characters of a certain moral character. Okay, ഏത് മോറൽ ക്യാരക്ടർ ഉള്ള വ്യക്തികൾക്ക് വരുന്ന ഡൗൺഫോൾ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രാജഡി ആവുന്നത്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ദ റൈറ്റ് ആൻസർ ഇസ് വെർച്വസ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇപ്പോൾ ജൂലിയസ് സീസർ ആയാലും ഹാംലെറ്റ് ആയാലും അങ്ങനത്തെ, അല്ലാതെ ഏൻഷ്യൻ്റ് ഇപ്പോൾ ട്രാജഡീസ് എടുത്ത് നോക്കിയാലും ഈഡിപ്പസ് റെക്സ് ആയാലും ഈഡിപ്പസ് അറ്റ് കോളനസ്, ആൻറ്റിഗണി, ഇതെല്ലാം തന്നെ എടുത്ത് നോക്കിയാലും കുറച്ചും കൂടി വേർച്വസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സംഭവിക്കുന്ന പതനം, അതാണ് ഏറ്റവും എന്താ പറയുക ബെസ്റ്റ് ആയിട്ടുള്ള ട്രാജഡീസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അരിസ്റ്റോട്ടലിനും ആ ഒരു അഭിപ്രായം ഉള്ളത്. വെർച്വസ് ആയിട്ടുള്ള മോറൽ ക്യാരക്ടർ ഉള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്ന ഡൗൺഫോൾ ആണ് ബെസ്റ്റ് ട്രാജിക് പ്ലോട്ടായി മാറുന്നത്. And next question, Aristotle argues that the best tragedies should focus on which of the following options? അതായത് ബെസ്റ്റ് ട്രാജഡി ഏത് മോറൽ ക്യാരക്ടറിലുള്ള ആൾക്കാർക്കാണ് സംഭവിക്കുന്നതാണ് ബെസ്റ്റ് ട്രാജഡി നമ്മൾ പറഞ്ഞു. ഇനി ജേണേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിവൈൻ ആയിട്ടുള്ള സ്റ്റോറിയാണോ, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആണോ, ഡെയിലി ഇവൻറ്റ്സ് ആണോ, അതോ ഫാൻറ്റസീസ് ആണോ? ഇതിൽ ഏത് ജേണേഴ്സ് ആണ് ബെസ്റ്റ് ട്രാജഡിയായി മാറുന്നത്? ആൻഡ് ദ ആൻസർ ഇസ് ഡിവൈൻ ആൻഡ് മിത്തിക്കൽ. കുറച്ചും കൂടി ഒരു ഡിവൈനിറ്റി ഒക്കെ ഉള്ള, ഒരു മിത്തിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള എന്താണ് ട്രാജഡീസ് ആണ് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ട് അരിസ്റ്റോട്ടിൽ കണക്കാക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഏഗോൺ ഇൻ എ ട്രാജഡി? എഗെയിൻ ഇതൊരു ടേം ആണ്. ഈ ഒരു ടേം എന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഫൈനൽ റെസൊല്യൂഷൻ ആണോ, അതോ സെൻട്രൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണോ, ഹ്യൂമറസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണോ, അതോ നമ്മുടെ കോറസിൻ്റെ കമൻട്രി ആണോ ഏഗോൺ എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഇസ് സെൻട്രൽ കോൺഫ്ലിക്റ്റ്. ഏത് ട്രാജഡി എടുത്ത് നോക്കിയാലും ഒരു സെൻട്രൽ ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് കാണും, ഒരു സ്ട്രഗിൾ കാണും. അതിനെയാണ് ഏഗൺ എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പ്ലേറ്റോയെ കുറിച്ചും അരിസ്റ്റോട്ടലിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് മോക്ക് ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. എന്തെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് പറയാം. അതുപോലെ തന്നെ മറക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞു അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദർ ആർ 6 എലമെൻറ്റ്സ് ഇൻ എ ട്രാജഡി. അതിൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് ഐ തിങ്ക് ഡിക്ഷൻ. ബാക്കി 3 ഏതാണെന്നുള്ളത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ട്രാജഡിയുടെ 6 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പറയാം. അതുപോലെ തന്നെ ഗ്രീക്ക് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കമൻറ്റ് സെക്ഷനിൽ കിട്ടും. ഡു റെഫർ ദോസ് വീഡിയോസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്ലേ റൈറ്റിനെ കുറിച്ചും പ്ലേസിനെ കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചാനൽ അപ്ഡേറ്റ്സിനും മറ്റ് ലെക്ചർ വീഡിയോസിൻ്റെയും നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലും, അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടെലിഗ്രാം ചാനൽ, അതായത് നമ്മൾ ഡെയിലി ക്വിസ് ഇടുന്ന ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്കും ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്തേക്കാം. Do join if interested, and thank you for listening. See you in my next video.